ഹലോ, ആ വണ്ടീൻ്റെ ആൾ തന്നെ. നാളേക്ക് 2 വണ്ടിയാ? ഇൻഷാല്ല എത്തിക്കാം. 2 വണ്ടി ഉണ്ട് ഇപ്പോൾ, എത്തിക്കാം, പ്രശ്നമില്ല. സ്കൂട്ടർ ഉണ്ട് ഇപ്പൊ നമ്മളതിൽ, വെബ്സൈറ്റ് ഉണ്ട്. നീയല്ലേ വണ്ടി കച്ചവടാക്കുന്ന അജ്ജു? ഞാൻ തന്നെ. നിങ്ങൾക്ക് വണ്ടിയാ പറ്റുവാണോ? ഞാൻ അടുത്തിട്ടെടുത്ത വണ്ടി ഇതൊന്ന് കച്ചവടാക്കി തരണം. ഞാൻ ആകെ പെട്ടിട്ടുള്ള. ഇത് പഴയ വണ്ടിപ്പാ. ഒന്നാമത്തെ ഈ പഴയ വണ്ടി ഒന്നും ഞാൻ എടുക്കലേ ഇല്ല, നിങ്ങൾക്കറിയല്ലോ. ഇനി റീസെയിൽ വാല്യൂ ഒന്നുമില്ല. എനിക്ക് വേറെ കച്ചവടക്കാരൊന്നും പരിചയമില്ല. നീ എന്നെ ഒന്ന് കച്ചവടാക്കി തന്നത്. ഇച്ചാ, സത്യം പറഞ്ഞെങ്കിൽ ഈ വണ്ടീന്റെ ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ നിങ്ങളെ ബേജാറ് കണ്ടിട്ട് വെറുതെ വിടാനും തോന്നില്ല. ഞാനൊരു വില പറയും, നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ നമുക്ക് കച്ചവടാക്കാം. അന്നെങ്കിൽ നീ ഒരു വില പറയും. ഞാൻ ഇതിനൊരു 50,000 തരും. 50,000 ഒന്നാവല്ല. പിന്നെ നിങ്ങളെ ബേജാറ് കൊണ്ടുകൊണ്ട് 50,000 ഓക്കെ എങ്കിൽ ഇപ്പൊ നമുക്ക് കച്ചവടാക്കാം. എന്ത് അജ്ജു, ഞാൻ എടുക്കുന്ന സമയത്ത് 2 ലക്ഷം ഉറപ്പ് കൊടുത്തിന്. നീ 1 ലക്ഷം ഉറപ്പ് തന്നിട്ട് പോയി. 1 ലക്ഷം ഒന്നും കയ്യിലിച്ചാ. നിങ്ങളെ ബേജാറ് കണ്ടിട്ട് വെറുതെ വിടാനും കഴിയുന്നില്ല. ഒരു കാര്യം ചെയ്യും, ഒരു 10,000 കൂടി ഞാൻ കൂട്ടിത്തരാം. ഒരു 60,000 തരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ കച്ചവടാക്കാം. പിന്നെന്താക്കുന്നത്? 60 നീ തന്നിട്ട്. ഇപ്പൊ നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ പറയും, ഞാൻ അയക്കുന്ന. 99816199. ദട്ടിന് കയറിയാ നോക്കെ. അജ്ജു, ഇതായിരുന്നോ വണ്ടി? അമ്മി, ഇതെന്റെ തന്നെ വണ്ടി. നീ വണ്ടി കൊടുക്കുന്ന എത്ര ആവും? അമ്മി, നിങ്ങൾക്കറിയാലോ ഇത് ഡിമാൻഡ് വണ്ടി. നിങ്ങക്ക് ആയതുകൊണ്ട് ഞാനൊരു 2 ലക്ഷം ഉറുപ്പിക്ക് തരാം. ഇനി 2 ലക്ഷം തനിക്ക് തരാൻ കഴിയില്ല. ഒരു 1.5 തരുന്നെങ്കിൽ ഞാൻ എടുക്കാം. 1.5 എനിക്ക് നഷ്ടം തന്നെ. പിന്നെ നീ ആയതുകൊണ്ട് ഞാൻ തരാം. 60,000 വണ്ടി വാങ്ങിട്ട് നീ 1.5 ലക്ഷം ഉറപ്പ് കച്ചവടാക്കുന്നത്. അമുക്ക് മതി. എന്ത് തോപ്പിക്കലറ നീ? ഇത് കച്ചവടിച്ചാ കച്ചവടം